പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ കല്യാണം കഴിഞ്ഞ് പോകാനിറങ്ങിയ ഗസ്റ്റിനോടെല്ലാം നന്ദിനി പറയുകയാണ്, അതെ നിങ്ങൾ ഇനിയും വരേണ്ടി വരും. ഇവിടുത്തെ അച്ഛമ്മയും വേദയുടെ മുത്തശ്ശിയും ചേർന്ന് ഇനി ഇവർ രണ്ടുപേരും പിടിച്ച് താലി കെട്ടും. ഇന്ന് താലി കെട്ടിയില്ലല്ലോ, ആകാശത്തോടെ പോയ താലി കഴുത്തിൽ വീണതല്ലേ ഉള്ളൂ. ഒരിക്കൽ കൂടി ആ താലി മുറുക്കി കെട്ടുന്ന ചടങ്ങിനെ നിങ്ങളെ അച്ഛമ്മ ക്ഷണിക്കാതിരിക്കില്ല. ഇത് കേട്ടിട്ട് അച്ഛമ്മ പറയാം, ഞാൻ ഇനി ഒരു ചടങ്ങിനോട് ക്ഷണിക്കും. അത് വേദയുടെയും വിക്രമിന്റെയും കുട്ടിയുടെ നൂലുകെട്ടിനായിരിക്കും. നിന്റെ വീട്ടുകാരെ പ്രത്യേകിച്ച് വിളിക്കും. അങ്ങനെ ഗസ്റ്റ് പോയി കഴിയുമ്പോൾ ശ്രീ ചോദിക്കുക, ആളുകൾ നിൽക്കുമ്പോഴെങ്കിലും നിനക്ക് കുറച്ചു നേരം ഒന്നും മിണ്ടായിരുന്നൂടെ? അപ്പോൾ അമ്മ പറയുകയാണ്, അതെങ്ങനെയാ, ഉള്ളിലെ വിഷം ഇങ്ങനെ കൂടി വരുമ്പോൾ അത് ചീറ്റിയെങ്കിലും കളയണ്ടേ, ഇല്ലെങ്കിൽ എങ്ങനെയാ? അപ്പോൾ ഇത് കേട്ടിട്ട് നന്ദിനി പറയാം, ദേ അമ്മേ എന്നെ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയാം, നീ എന്നെ കൊണ്ട് ഓരോന്ന് പറയിക്കുന്നതാ. ഇതെല്ലാം കേട്ടിട്ട് അച്ഛമ്മ പറയുകയാണ്, നന്നായി, നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നോണ്ടാ ഇവൾ ഓരോന്നേറെ സംസാരിക്കുന്നത്. അപ്പോൾ അച്ഛമ്മ ചോദിക്കുക, അല്ല എല്ലാവരും ആഹാരം കഴിച്ചോ? ഇത് കേട്ടിട്ട് ശ്രീജ പറയുകയാണ്, അച്ഛനും എല്ലാവരും ആഹാരം കഴിച്ചു, വിക്രം മാത്രം കഴിച്ചില്ല. അപ്പോൾ അച്ഛമ്മ പറയാം, എങ്കിൽ പിന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കഴിക്കട്ടെ, ഞാൻ പോയി വിക്രമിനെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അച്ഛമ്മ പുറത്തേക്ക് ചെല്ലുന്നു. ഈ സമയം വിനായകനോട് വിക്രമിനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ സമയം തന്നെ വിക്രം വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകുന്നത് അച്ഛമ്മ കാണുന്നു. പെട്ടെന്ന് അടുത്തേക്ക് എന്നിട്ട്, നീ എവിടേക്കായി പോകുന്നത്? വിക്രം ആണെങ്കിൽ എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു പോകണം എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയാം, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണം, ചടങ്ങൊന്നും തീർന്നിട്ടില്ല, എന്തിനാ ഇത്രയും വേഗം ഡ്രസ്സ് മാറിയെന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയാം, എനിക്ക് അതിനൊന്നും സമയമില്ല, അത്യാവശ്യമായിട്ട് എനിക്ക് ഒരാളെ കാണാനുണ്ട്, അല്ലെങ്കിലും അവൾ എൻ്റെ കൂടെ ഇരുന്നല്ലോ എന്നും ആഹാരം കഴിക്കുന്നത്, ഇന്നും അങ്ങനെ തന്നെ മതി. അപ്പോൾ അച്ഛമ്മ പറയാം, ഡാ നീ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും ഇന്ന് കണ്ടില്ലേ, ദൈവം തന്നെ നിന്റെ കൈ കൊണ്ട് ആ താലി വേദയുടെ കഴുത്തിൽ ഇടിയിപ്പിച്ചില്ലേ? ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് വിക്രം പറയാണ്, അച്ഛമ്മ എന്തായി പറയുന്നത്? ഞാൻ പഴത്തൊലി തെന്നി താഴെ വീണാലും അത് മഹാദേവൻ ചേച്ചിയാണെന്ന് പറയൂ? അതും പോട്ടെ, 2 ദിവസം മുമ്പ് എനിക്ക് പറ്റിയ ആക്സിഡന്റ് അതും മഹാദേവൻ ചേച്ചിയായിരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ അച്ഛമ്മ ഒന്നും ഇടാൻ നിൽക്കുന്നു. അപ്പോൾ വിക്രം പറയാണ്, അച്ഛമ്മേ എനിക്ക് സംസാരിക്കാൻ സമയമില്ല, അത്യാവശ്യമായിട്ട് എനിക്ക് ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന വിനായകൻ പറയാണ്, ആ പറച്ചിൽ എന്തോ ഉണ്ടല്ലോ കാര്യമായിട്ട്, ആരെയോ എന്തോ ലക്ഷ്യമാക്കിയിട്ടാണ് അവൻ പോകുന്നത്. അച്ഛമ്മയാണെങ്കിൽ വിക്രമിനെ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്രീകാന്ത് അമ്മായിയപ്പനോട് പറയുകയാണ്, അവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു, അപ്പോൾ തന്നെ തീർക്കണമായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി ഇങ്ങോട്ട് വിളിക്കേണ്ട, വർഷയെ ഈ കാര്യം ഒന്നും അറിയിക്കേണ്ട, ബാക്കി കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്തോളാം. ഇത്രയൊക്കെ സംസാരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വിക്രം മുന്നിൽ വന്ന് നിൽക്കുന്നത് ശ്രീകാന്ത് കാണുന്നു. വിക്രം ശ്രീകാന്ത് വരുന്ന കണ്ടിട്ട് വണ്ടിയുടെ അടുത്തേക്ക് എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ആംഗ്യം കാണിക്കുമ്പോൾ ശ്രീകാന്ത് ഒന്നും മിണ്ടാതെ വണ്ടിയിലിരിക്കുന്ന കാണുമ്പോൾ വിക്രം അടുത്ത് കിടക്കുന്ന ഒരു കമ്പെടുത്തുകൊണ്ട് കാറിന്റെ ചില്ല അടിച്ചു പൊട്ടിക്കാനായിട്ട് നോക്കുമ്പോൾ ശ്രീകാന്ത് പെട്ടെന്ന് ഗ്ലാസ് താഴ്ത്തിട്ട് പറയുകയാണ്, ഞാൻ ഇറങ്ങി വരാം, കാറിലൊന്നും ചെയ്യരുത്. അപ്പോൾ വിക്രം ആ കമ്പ് താഴേക്ക് ഇട്ടിട്ട് ശ്രീകാന്തിനോട് പറയാം, ഓഹോ നീ എന്താ ഇപ്പൊ പറഞ്ഞത്? ശ്രീകാന്ത് കാറിനെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വിക്രം പറയാണ്, എങ്കിൽ പിന്നെ നിന്നെ ഉപദ്രവിക്കാം, എന്താ പോരെ? ശ്രീകാന്ത് ദേഷ്യത്തിൽ ചോദിക്കാം, നിനക്ക് എന്താ വിക്രം വേണ്ടത്? ഇത് കേട്ടിട്ട് വിക്രം പറയുകയാണ്, നീ എന്നിൽ നിന്ന് എന്താണോ എടുക്കാൻ ആഗ്രഹിച്ചത് അതെനിക്ക് വേണം, എനിക്ക് നിന്റെ ജീവൻ വേണം, എന്താ തരുന്നോ? അപ്പോൾ ശ്രീകാന്ത് ഒന്നും മിണ്ടാതെ നിന്നിട്ട് പെട്ടെന്ന് പതുക്കെ പറയാണ്, നീ എന്നെ തെറ്റിദ്ധരിച്ചതാ, ഞാനൊന്നും ചെയ്തിട്ടില്ല, നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പറയുമ്പോൾ വിക്രം പറയാം, ഞാൻ അവിശ്വസിക്കേണ്ടത് എൻ്റെ കണ്ണുകളെയാണോ? എടാ പൊട്ടന്മാരെ, എൻ്റെ 2 കണ്ണുകൊണ്ടും ഞാൻ എല്ലാം കണ്ടതാ, പിന്നെ നിനക്കൊന്നും ഒട്ടും ബുദ്ധിയില്ലേന്നാ ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും എനിക്ക് അല്പമെങ്കിലും ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാം തീർക്കുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പിന്നെ നീ എന്തിനാടാ എന്നെ ഇങ്ങനെ ജീവനോടെ വെച്ചത്? നിനക്ക് ഞാനൊരു 5 മിനിറ്റ് സമയം തരാം, നീ എന്നോട് നേരിട്ട് പൊരുതി എന്നെ കൊന്നേക്ക്, എനിക്കൊരു പ്രശ്നമില്ല. അല്ലാതെ വല്ല ഗുണ്ടകളെയൊക്കെ ഏർപ്പാടാക്കി നീ എന്നെ ഇങ്ങനെ കൊല്ലാൻ നോക്കുന്നതേ അത്ര വലിയ ആണത്തം കൊണ്ടൊന്നുമല്ല. എന്നിട്ട് വിക്രം ചിരിച്ചുകൊണ്ട് ശ്രീകാന്തിന്റെ മുന്നിൽ കൈ കെട്ടിക്കൊണ്ട് നിന്നിട്ട് പറയാം, എന്താടാ നിനക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ലേ? അപ്പോൾ പിന്നെ നീ ഒന്നും എൻ്റെ മുന്നിൽ ആളാവാൻ വരരുത്. നിന്നെയൊക്കെ കൊല്ലാനേ ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചാൽ മതി, ആളുകൾ വന്ന് തീർത്തിട്ട് പോലീസിന്റെ മുന്നിൽ ഹാജരാവാൻ വരെ എനിക്ക് ആളുകൾ കാണും. അതുപോലെ അല്ല നീയൊക്കെ വെറും മണ്ടൻ, കൂലിക്ക് ആളെ വെച്ച് തീർക്കാൻ വന്നിരിക്കുന്നു. നീ ഈ ചെയ്യുന്നത് നിന്റെ പെങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, നിനക്ക് ദുരഭിമാനമാണ്. നിന്റെയൊക്കെ സ്റ്റാറ്റസിന് പറ്റാത്ത ഒരു കുടുംബത്തിലേക്ക് നിന്റെ പെങ്ങൾ ഇറങ്ങി വന്ന എൻ്റെ ദുരഭിമാനം, അതുകൊണ്ടല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ അളിയ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ പെങ്ങള് എൻ്റെ ഭാര്യയായിട്ട് ആ വീട്ടിൽ ജീവിക്കാൻ വന്നു എന്ന് വെച്ച് നിന്നെയൊക്കെ വെറുതെ വിടണമെന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, നന്നാവാനും ഞാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നെ കുഞ്ഞൊക്കെ ജനിക്കാൻ പോവല്ലേ, ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോയി ആ കുഞ്ഞിനെ കാണാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് ജീവിച്ചോണം. ഇനി എൻ്റെ വഴിക്കെങ്ങാണം നിന്നെ കണ്ട തീർത്ത് കളയുമെന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നു.
അടുത്തതായിട്ട് കാണിക്കുന്നത് അങ്ങനെ പന്തലൊക്കെ അഴിച്ച് എല്ലാ ജോലിക്കാരും വീട്ടിൽ നിന്ന് പോയി കഴിയുമ്പോൾ മാഷ് അകത്തേക്ക് കയറി വരുന്നു. അങ്ങനെ അച്ഛമ്മയും അമ്മയും വേദയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാഷ് അവിടെ നിൽക്കുന്നു. അപ്പോൾ അച്ഛമ്മ ചോദിക്കുക, എന്താടാ, എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാഷ് പെട്ടെന്ന് അമ്മയോട് പറയുകയാണ്, അമ്മ കുറച്ചു നേരം മിണ്ടായിരിക്കണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്നിട്ട് കമലയോട് പറയുകയാണ്, കമലെ, നീയും വേദയുടെ വീട്ടുകാരും ചേർന്നല്ലേ ഈ വിവാഹം നടത്താൻ നോക്കിയത്? എന്നിട്ടിപ്പോ എന്തായി? താലി കെട്ട് നടന്നോ ഇല്ലയോ? നിങ്ങൾ വിചാരിച്ചതുപോലെ ഈ താലി മാറ്റൽ ചടങ്ങ് നടന്നോ ഇല്ലയോ? ഇല്ല. പിന്നെ വേദയോട് പറയുകയാണ്, കുട്ടി, ഈ കല്യാണം കൊണ്ട് കുട്ടിക്ക് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല, നല്ലൊരു ജീവിതവും കിട്ടാൻ പോകുന്നില്ല. പിന്നെ കുട്ടിക്ക് അവഹേളനം മാത്രമായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. അമലയും അമ്മയും വിക്രമിന്റെ ജീവിതം നന്നാവാൻ വേണ്ടിയാ കുട്ടിയെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. ഞാൻ ഒരിക്കലും കുട്ടിയുടെ ജീവിതം പാഴാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരിക്കലും ഈ വിവാഹം നല്ലതിന് വേണ്ടിയല്ല. ഇതേക്കും അച്ഛമ്മോരെ ദൈവം തന്നെ അത് അംഗീകരിച്ചതായിട്ട് നിനക്ക് തോന്നുന്നില്ലേ? അപ്പോൾ പെട്ടെന്ന് മാഷ് പറയുകയാണ്, നിങ്ങളൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? എന്ത് ദൈവം ചെയ്തെന്ന്? ആ തട്ടി എറിഞ്ഞ മാല കഴുത്തിൽ വീഴുന്നത് യഥാർത്ഥത്തിൽ അപകടമാണ്. ആ താലി വീണതോടെ ഈ കുട്ടിയുടെ ജീവിതം എന്തായെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇന്ന് താലി കെട്ടൽ ചടങ്ങല്ല നടന്നത്, താലി അഴിക്കൽ ചടങ്ങാണ്. താലി കെട്ട് നടന്നിട്ടില്ല, അത് പറഞ്ഞായിരിക്കും കുട്ടി ഇനി അവൻ നോവിക്കുന്നത്. അച്ഛമ്മയുടെ മുന്നിൽ അവൻ മിണ്ടാതിരിക്കും, പക്ഷേ ഒറ്റയ്ക്കുള്ളപ്പോൾ കുട്ടിയോട് അവൻ എങ്ങനെയാ പ്രതികരിക്കുന്നതെന്ന് കുട്ടിക്ക് തന്നെ അറിയാമല്ലോ. അതാ ഞാൻ പറയുന്നത്, ഈ ജീവിതം ഒരിക്കലും കുട്ടിക്ക് ശാശ്വതമല്ല. ഈ ജീവിതം ഉപേക്ഷിച്ച് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത്. ഇവർ രണ്ടുപേരും കുട്ടി ഇവിടെ പിടിച്ചു നിർത്താൻ നോക്കും, പക്ഷേ കുട്ടിയുടെ ജീവിതം നോക്കേണ്ടത് കുട്ടി തന്നെയാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ മാഷ് പോകുമ്പോൾ എന്താ പെട്ടെന്ന് അച്ഛ എന്ന് വിളിക്കുന്നു. മാഷാണെങ്കിൽ ഒരു നിമിഷം തിരിഞ്ഞു നോക്കുമ്പോൾ വേദ പറയുകയാണ്, ഈ വിവാഹം നടക്കണമെന്ന് അമ്മയും അച്ഛമ്മയും പോലെ അച്ഛനും ആഗ്രഹിച്ചിരുന്നില്ലേ? അതുകൊണ്ടല്ലേ ഇനി മാഷേ എന്ന് വിളിക്കേണ്ട, അച്ഛ എന്ന് വിളിച്ചോളാൻ അമ്മയെ പറഞ്ഞ് ഏൽപ്പിച്ചത്? അത് അച്ഛൻ മകന്റെ ഭാര്യയായിട്ട് എന്നെ അംഗീകരിച്ചത് കൊണ്ടല്ലേ? അത് മാത്രമല്ല, ഞാൻ വന്ന അന്ന് മുതൽ അച്ഛൻ എന്നെ കുറ്റപ്പെടുത്തിയിട്ടേയില്ല. വിക്രമിന്റെ കുറവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന അച്ഛനെയും അമ്മയും ഈ അച്ഛമ്മയൊക്കെ വിട്ടിട്ട് എൻ്റെ ദൗത്യം ഉപേക്ഷിച്ച് ഞാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ മാഷ് ചോദിക്കുക, ദൗത്യോ? എന്ത് ദൗത്യം? അപ്പോൾ വേദ പറയുകയാണ്, വിക്രമിനെ സ്നേഹിക്കുക എന്നുള്ള ദൗത്യം. വിക്രം ഇങ്ങനെയാവുമെന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ കരുതിയിരുന്നോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ എൻ്റെ ജീവിതം ഇങ്ങനെയാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. പിന്നെ എല്ലാം തികഞ്ഞവരെ മാത്രം സ്നേഹിക്കണമെന്നൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ വിക്രമിനെ ഞാൻ സ്നേഹിക്കും. മിടുക്കനായ വിക്രം പെട്ടെന്ന് തെമ്മാടിയായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു ആവാൻ പറ്റുമല്ലോ. വിക്രം ഇങ്ങനെ ആവാൻ ഒരു കാരണം ഉണ്ടെങ്കിൽ പിന്നെ തിരിച്ചാവാനും ഒരു കാരണം ഉണ്ടാവും. ആ കാരണമായിരിക്കും ഞാൻ. എനിക്ക് ഉറപ്പുണ്ട്. ഇത് കേൾക്കുമ്പോൾ അമ്മയ്ക്കും മുത്തശ്ശിക്കൊക്കെ സന്തോഷമാവുന്നുണ്ട്. പെട്ടെന്ന് മാഷ് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അച്ഛമ്മ പറയുകയാണ്, ഇപ്പോഴാണ് നീ ഈ വീട്ടിലെ മഹാലക്ഷ്മി ആയത്. എന്നിട്ട് അമ്മ സന്തോഷം കൊണ്ട് വേദയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് വിക്രം വീട്ടിലേക്ക് വരുമ്പോൾ വേദ മുറിയിലിരിക്കുന്നു. അപ്പോൾ വിക്രം ചോദിക്കുക, നീ എന്താടി ഈ മുറിയിലിരിക്കുന്നത്? വേദ പറയാം, അതെന്താ വിക്രു അങ്ങനെ പറഞ്ഞത്? ഇനി മുതൽ ഈ റൂമിൽ എന്നെ കണ്ടില്ലെങ്കിൽ നീ എവിടെ പോയെന്ന് വേണം ചോദിക്കാൻ. ഇന്നാ താലി തട്ടി എറിഞ്ഞപ്പോൾ ഞാനൊന്ന് പേടിച്ചു, പക്ഷേ ഭാഗ്യത്തിന് അത് എൻ്റെ കഴുത്തിൽ തന്നെ വന്ന് വീണല്ലോ. അപ്പോൾ വിക്രം പറയാം, അതാ വരാനുള്ളതൊന്നും വഴി തങ്ങില്ലെന്ന് പറയുന്നത്. വേദ പറയാം, ദൈവം കൂടെയുണ്ട്, അതാ നിങ്ങൾ തട്ടിയെറിഞ്ഞ താലി എൻ്റെ കഴുത്തിൽ തന്നെ വന്ന് വീണത്. വിക്രം പറയാം, ദേ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ നീ ദൈവത്തെ കൂട്ടുപിടിച്ചാലുണ്ടല്ലോ, നിനക്ക് നല്ല തല്ല് ഞാൻ തരും. ഇത് കേൾക്കുമ്പോൾ വേദ പറയാം, നിങ്ങൾ എന്നെ തല്ലു, എനിക്കൊന്ന് തല്ല്, ദാ ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ നിൽപ്പുണ്ട് തല്ലാൻ. ഇത് കേൾക്കുമ്പോൾ വിക്രം ഒന്ന് പകച്ചു നിൽക്കുമ്പോൾ വേദ പറയാം, അപ്പോൾ വിക്രം ആണെങ്കിൽ മടിച്ചു നിൽക്കുന്ന കാണുമ്പോൾ വേദ പറയാം, നിങ്ങളെ കൊണ്ട് തല്ലാനും കൊള്ളില്ല, പിന്നെ യുക്തിയായിട്ട് പെരുമാറാനും കഴിയില്ല. അതുകൊണ്ടല്ലേ രണ്ട് വീട്ടുകാരും സമ്മതത്തോടെ ഒരു കല്യാണം നടത്തിയിട്ട് നല്ല സുന്ദരിയായ ഒരു ഭാര്യ കൂടെ നിൽക്കുമ്പോൾ നിങ്ങളൊന്ന് പകച്ചു നിൽക്കുന്നത്, പേടിച്ച് നിൽക്കുന്നത്. വിക്രം ദേഷ്യത്തിൽ പറയാം, ദേ നീ എൻ്റെ ആണത്തത്തെ ചോദ്യം ചെയ്താലുണ്ടല്ലോ. വേദ പറയാം, ചോദ്യം ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അടുത്തോട്ട് ചെല്ലുന്നു. അപ്പോൾ വിക്രം പറയാം, അയ്യേ നീ അങ്ങോട്ട് മാറിയുന്നേ. അപ്പോൾ വേദ പറയാം, ഇതേപോലെ ഞങ്ങളൊന്ന് കണ്ണിൽ നോക്കി ചോദ്യം ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ ആണുങ്ങളുടെ ഈ പവറൊക്കെ. വേദ ചോദിക്കുക, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്? നിങ്ങളിനി തലയിടിച്ച് വീണപ്പോൾ നിങ്ങളുടെ ഞരമ്പിന് വല്ല പ്രശ്നം ഉണ്ടായോ? ഇത്രയും നാളൊരു ഗുണ്ടയെ കല്യാണം കഴിച്ചു എന്നുള്ള പ്രശ്നമുള്ളായിരുന്നു, ഇനിയൊരു ഞരമ്പനെ കല്യാണം കഴിച്ചു എന്ന് എല്ലാവരും പറയും. ഇതേക്കുമ്പോൾ വിക്രം പറയും, അതേടി എനിക്ക് ഞരമ്പ് രോഗം, നിന്നെ ഞാൻ മാന്തും പിച്ചും കണ്ണ് കണ്ടും ചൂഴ്ന്നെടുക്കും ഇങ്ങനെ പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദ പറയാം, തീർന്നില്ലല്ലേ നിങ്ങളുടെ കലിപ്പ് തീരുന്നില്ലല്ലേ? അതൊക്കെ പോട്ടെ, കാര്യത്തിലേക്ക് അടക്കാം. നിങ്ങളെ അച്ഛമ്മ പോലും പറഞ്ഞിട്ട് കേൾക്കാതെ നിങ്ങളുടെ ആ പാട്ട വണ്ടിയിൽ നിങ്ങൾ എങ്ങോട്ടാ പോയത്? ഇതേക്കുമ്പോൾ വിക്രം ദേഷിക്കുമ്പോൾ വേദ പറയാം, അല്ല
ബുള്ളറ്റ് ജെറ്റിൽ നിങ്ങളിത് എങ്ങോട്ടാ പോയത്? അപ്പോൾ വിക്രം പറയാം, ഞാൻ എൻ്റെ ചിന്ന വീട്ടിലേക്ക് പോയതാ. ഇത് കേൾക്കുമ്പോൾ വേദ ചിരിച്ചുകൊണ്ട് പറയാം, ഇവിടെ നേരെ ഒരു വീടുണ്ടായിട്ട് അന്തി ഉറങ്ങാൻ പറ്റാത്തവനാ ഇനി ചിന്ന വീട്. നിങ്ങളെ കൊണ്ട് അതൊന്നും പറ്റില്ല. എങ്ങോട്ടാ പോയെന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയാം, എങ്കിലേ ഞാൻ നിന്റെ തന്തയെ കാണാൻ പോയതാ. മകളുടെ കഴുത്തിൽ താലി വീഴുന്നതിന് മുമ്പ് വീണില്ലേ നിന്റെ തന്തയെ തന്നെ കാണാൻ പോയത്. ഇത് കേൾക്കുമ്പോൾ വേദയ്ക്ക് സങ്കടമാവുന്നു. വേദ കരയുന്ന കാണുമ്പോൾ വിക്രം ഒന്നും മിണ്ടാതിരുന്നിട്ട് അപ്പോൾ വേദ പറയുകയാണ്, അച്ഛനെ കാണാൻ ദീപ്തിയുടെ അമ്മയുടെയും കൂടെ ഞാൻ പോകാൻ ഇറങ്ങിയതാ. അപ്പോഴാ അച്ഛമ്മയും മുത്തശ്ശിയും ചേർന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അത് എനിക്ക് പോകാൻ പറ്റാഞ്ഞെന്ന് പറയുമ്പോൾ വിക്രം പറയാ, സാരമില്ല, ഇനി അതും പറഞ്ഞ് നീ വിഷമിക്കേണ്ട. അച്ഛന് ഒരു കുഴപ്പമില്ല. അപ്പോൾ വേദ പറയാണ്, അച്ഛനെ ഞാൻ വിളിച്ചായിരുന്നു, ഞാൻ അറിഞ്ഞു അച്ഛന് കുഴപ്പമൊന്നുമില്ലെന്ന്. അച്ഛൻ എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കിയതേ ഇല്ല. പക്ഷേ മുത്തശ്ശി പറഞ്ഞത് അച്ഛൻ കല്യാണത്തിന് വരാൻ ഒരുങ്ങിയതാണെന്നും പിന്നെ കല്യാണത്തിന് സമ്മതമാണെന്നാ. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ലെന്ന് പറയുമ്പോൾ വിക്രം പറയാം, നിന്റെ അച്ഛൻ ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കാൻ പോകുന്നില്ല. നിന്റെ അച്ഛൻ ഒരിക്കലും എന്നെ അംഗീകരിക്കാനും പോകുന്നില്ല. ഈ വിവാഹത്തിന് താല്പര്യമില്ല. അതെനിക്ക് 100% ഉറപ്പാണ്. അല്ലെങ്കിൽ കല്യാണത്തിന് 2 ദിവസം മുമ്പ് മരുമകനെ കൊല്ലാനായിട്ടേ മോനെയും അമ്മായിയപ്പനെയും പറഞ്ഞു വിടില്ലായിരുന്നല്ലോ. ഇത് കേൾക്കുമ്പോൾ വേദ ഇങ്ങനെ പകച്ച് വിക്രമിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. അടുത്ത അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് കാണുന്നവരെ താങ്ക്